നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വലയുന്ന വിലക്കയറ്റം. സംസ്ഥാനത്ത് റേഷൻ വിതരണം തകിടം മറിഞ്ഞതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും വൻ കുതിപ്പ്. അരിക്കും പാലിനും വില വർദ്ധിച്ചതിനു പുറമെ പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും വിപണിയിൽ പൊള്ളുന്ന വില. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്നും റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച പൊതുവിപണിയിൽ 105 രൂപയ്ക്ക് വിറ്റ വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ വില 168. ബീൻസിനും അമരയ്ക്കും റെക്കോർഡ് വില വർധന. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ അരി വിലയിലുണ്ടായത് 6 മുതൽ 10 രൂപയുടെ വർധനമെന്ന് വ്യാപാരികൾ. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി ഉൽപാദനം കുറഞ്ഞതോടെ കോഴി വിലയും റെക്കോർഡിലേക്ക്. അതിനിടെ വിലക്കയറ്റം തടയാൻ അരിക്കടകളുമായി സംസ്ഥാന സർക്കാർ. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും തുടങ്ങുന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ മണക്കാട്ട് നിർവഹിക്കും. പുതിയ സംരംഭത്തിലൂടെ വിലക്കയറ്റം തടഞ്ഞ് കുറഞ്ഞ നിരക്കിൽ അരി ലഭ്യമാക്കുമെന്ന് വിശദീകരണം. കരയെടുക്കുന്ന കസേരക്കളി. അധികാരത്തിന്റെ അങ്കക്കലിയിൽ അടവുകൾ മാറ്റി ശശികല. കൂവത്തൂരിലെ റിസോർട്ടിൽ കഴിയുന്ന MLA-മാരുമായി വീണ്ടും ചിന്നത്തല ഇവയുടെ കൂടിക്കാഴ്ച. നേതാക്കളെല്ലാം തനിക്കൊപ്പമെന്നും സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായ അനിശ്ചിതത്വങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും ശശികല. പാർട്ടിയെ പിളർത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇപ്പോഴത്തെ തടസ്സങ്ങൾ സ്വാഭാവികം, എന്നാൽ അന്തിമ വിജയം തങ്ങൾക്കൊപ്പമായിരിക്കും. സത്യപ്രതിജ്ഞാ വിഷയത്തിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കരുതെന്നും ശശികല. അതിനിടെ അംഗങ്ങളുടെ കൊഴിഞ്ഞുപോകലിൽ പോയസ് ഗാർഡനിൽ നേതാക്കൾക്ക് ചിന്നത്തല ഇവയുടെ ശാസന. ശശികലയെ പ്രതിരോധത്തിലാക്കുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ OPS-ന് പരസ്യ പിന്തുണ അറിയിച്ച സാഹചര്യം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നീളുകയും കൂടുതൽ നേതാക്കൾ പനീർശെൽവത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയം. അന്വേഷണത്തിൽ വഴിത്തിരിവ്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ പുതിയ വഴിത്തിരിവ്. അധ്യാപകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. പ്രിൻസിപ്പൽ വരദരാജനും വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിനുമെതിരെ കേസെടുക്കും. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചന. പ്രതി ചേർക്കപ്പെട്ടവരിൽ പരീക്ഷാ ഹാളിലുണ്ടായിരുന്ന അധ്യാപകൻ CP പ്രവീണും പരീക്ഷാ സെൽ അംഗങ്ങളായ വിപിനും വിമലും മറ്റു പ്രതികൾ. വൈകി വന്ന നടപടി കുറ്റക്കാരെ ശിക്ഷിക്കും വരെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ അന്വേഷണ വീഴ്ചയിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിനും കടുത്ത തൃപ്തി. ജയത്തിനരികെ ഇന്ത്യ. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജയത്തിനരികെ. കളി അവസാനിക്കാൻ ഒരു ദിവസം ശേഷിക്കെ ബംഗ്ലാദേശിനെ ജയിക്കാൻ വേണ്ടത് 359 റൺസ്. 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ സന്ദർശകർ 35 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എന്ന നിലയിൽ. 1-ാം ഇന്നിംഗ്സിൽ 687 റൺസ് എടുത്ത ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസിന് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. മത്സരത്തിൽ തസ്കിൻ അഹമ്മദും ഷാക്കിബ് അൽ ഹസനും 2 വിക്കറ്റ്. ചേതേശ്വർ പുജാരയ്ക്ക് അർദ്ധ സെഞ്ചുറി. അതേസമയം കാഴ്ചപരിമിതരുടെ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ 9 വിക്കറ്റിന് തകർത്ത് ഇന്ത്യക്ക് കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 9 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ 197 റൺസിന്റെ വിജയലക്ഷ്യം 14 പന്തുകൾ ശേഷിക്കെ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.